കേരളം വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലേക്ക്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE. MGM Group of Institutions. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യ ജയം BJPക്ക്. സൂറത്തിലെ BJP സ്ഥാനാർത്ഥി മുകേഷ് ദലാളാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളുകയും മറ്റ് സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിക്കുകയും ചെയ്തതോടെയാണ് വിജയം ഉറപ്പിച്ചത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീനാഥ്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യ ജയം BJPക്കാണ്. സൂറത്തിലെ BJP സ്ഥാനാർത്ഥി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണല്ലോ, വിവരങ്ങൾ എന്താണ്? ഗോപികൃഷ്ണൻ, 84-ന് ശേഷം സൂറത്തിൽ BJP അല്ലാതെ മറ്റൊരു പാർട്ടി വിജയിച്ചിട്ടില്ല. പക്ഷേ ഇത്തവണ ആ വിജയം വളരെ നാടകീയമായിട്ടാണ്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിലേഷ് കുംഭാനിയുടെ പത്രിക തള്ളുന്നു. പിന്നാലെ ശേഷിച്ച സ്ഥാനാർത്ഥികൾ, സ്വതന്ത്രരും മറ്റു പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും ഓരോരുത്തരായി പത്രിക പിൻവലിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 പ്യാരിലാൽ ഭാരതി എന്ന BSPയുടെ സ്ഥാനാർത്ഥി കൂടി പത്രിക പിൻവലിച്ചു. അങ്ങനെ ശേഷിച്ച 8 പേരും പത്രിക പിൻവലിച്ചതോടുകൂടി തന്നെ എതിരില്ലാതെ BJPയുടെ സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ തെരഞ്ഞെടുക്കപ്പെടുകയാണ്. ഇന്നലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളാനുണ്ടായിരുന്ന പ്രധാന കാരണം അദ്ദേഹത്തെ പിന്തുണച്ച് ഒപ്പ് രേഖപ്പെടുത്തിയ 3 പേരുടെ ഒപ്പുകൾ വ്യാജമായി ചേർത്തതാണെന്ന് BJP ആരോപണം ഉന്നയിക്കുന്നു. ഈ 3 പേരുടെയും ഒരു സത്യവാങ്മൂലം റിട്ടേണിംഗ് ഓഫീസർക്ക് മുന്നിലെത്തി ഇത് വ്യാജമായി ചേർത്തതാണെന്ന്. അങ്ങനെ റിട്ടേണിംഗ് ഓഫീസർ ഇന്നലെ രാവിലെ 11 മണിവരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഈ പിന്തുണച്ചവരെ നേരിട്ട് ഹാജരാക്കാൻ സമയം നൽകി. പക്ഷേ ഇവരെ ഹാജരാക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. ഇവരെവിടെയാണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഈ സമയമാകുമ്പോഴും ഇവരെവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയും ആർക്കുമില്ല. അതെന്തായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ അടുത്ത ബന്ധുക്കളും അല്ലെങ്കിൽ ബിസിനസ്സിൽ പങ്കാളിയും ഒക്കെയാണ് ഈ 3 പേർ. അത്തരത്തിൽ അടുത്ത ബന്ധമുള്ള ആളുകളാണ് ഇത്തരത്തിൽ വ്യാജമായി തങ്ങളുടെ ഒപ്പ് രേഖപ്പെടുത്തി എന്നുള്ള ആരോപണം ഉന്നയിക്കുകയും അങ്ങനെ ഈ പത്രിക തള്ളിപ്പോകുന്ന സാഹചര്യവും ഉണ്ടാകുന്നത്. പിന്നീട് ഇപ്പോൾ എതിരില്ലാതെ BJP വിജയിക്കുകയും ചെയ്തു. ഏതായാലും കോൺഗ്രസ് ഈ ഘട്ടത്തിൽ തങ്ങളെ പിന്തുണച്ചവരെ തട്ടിക്കൊണ്ടുപോയി BJP നടത്തുന്ന ഒരു നാടകമാണ്. വിജയിക്കാൻ എന്തു വഴിയും കോൺഗ്രസ് BJP സ്വീകരിക്കുകയാണ് എന്നൊരു ആരോപണം പല നേതാക്കൾ കഴിഞ്ഞ ദിവസവും ഉന്നയിച്ചതാണ്. കൂടുതൽ പ്രതികരണങ്ങൾ ഇന്നും വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ BJP ക്യാമ്പ് വലിയ ആവേശത്തിലും ആഘോഷത്തിലുമൊക്കെയാണ്. മുഖ്യമന്ത്രി അടക്കം BJPയുടെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ സന്തോഷം പങ്കുവയ്ക്കുന്നുമുണ്ട്. ഗോപി. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകി. രാജസ്ഥാനിൽ പ്രചാരണ യോഗത്തിൽ നരേന്ദ്രമോദിയുടെ വിവാദ പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കോൺഗ്രസ്. മോദി വിദ്വേഷ പ്രചാരണം നടത്തുന്നുവെന്ന് പരാതി നൽകിയ ശേഷം മനു അഭിഷേക് സിംഗ്വി പറഞ്ഞു. Unfortunately, the statement we have quoted is seriously, ridiculously objectionable. We can never expect this from as eloquent a Prime Minister as our Prime Minister. We would pray to him with folded hands to withdraw these comments, to clarify, and we have asked for the Election Commission to state that this is the position. In law, we will do in his respect whatever we do with others. പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് CPIM-ഉം വ്യക്തമാക്കി. CPIM-ML പരാതി നൽകിയിട്ടുണ്ട്. വിവാദത്തിൽ തൽക്കാലം പ്രതികരിക്കാനില്ല എന്ന നിലപാടിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകാനുണ്ട്. ബൽറാം, പ്രധാനമന്ത്രി രാജസ്ഥാനിൽ നടത്തിയ പ്രസംഗത്തിലാണ് രാജ്യത്തിന്റെ സമ്പത്ത് മുസ്ലിങ്ങൾക്ക് നൽകും കോൺഗ്രസ് എന്ന വിവാദ പരാമർശം ഉണ്ടായത്. അതിൽ പ്രതിഷേധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഇനി എന്ത് തുടർ നടപടിക്കാണ് സാധ്യതയുള്ളത്? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, കഴിഞ്ഞ ദിവസം രാജസ്ഥാനിലെ ബൻസ്വാഡയിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത പ്രചാരണ യോഗത്തിൽ അദ്ദേഹം നടത്തിയ പരാമർശം ന്യൂനപക്ഷ വിഭാഗത്തിന്, മുസ്ലിം വിഭാഗത്തിന് എതിരെ നടത്തിയ പരാമർശത്തിന്റെ പേരിലാണ് ഇപ്പോൾ കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളായ അഭിഷേക് സിംഗ്വി, സൽവാൻ ഖുർഷിദ്, ഗുർദീപ് സപ്പൽ എന്നിവരാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തെത്തി പരാതി ഔദ്യോഗികമായി നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പരാമർശം ദൗർഭാഗ്യകരമാണ് എന്നും അദ്ദേഹം
തെറ്റ് തിരുത്തണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം പരിശോധിച്ച് ഉചിതമായ നടപടിയെടുക്കണം എന്നുമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയ ശേഷം നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ നേരത്തെ CPIML പരാതി അയച്ചിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്. മറ്റു പാർട്ടികളും പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഇത്തരത്തിൽ പരാതികൾ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം പരിശോധിച്ച് അതിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. ഈ പരാമർശത്തിന്റെ ഗൗരവം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾ പരിശോധിച്ച് അതിന്റെ ഗൗരവം അനുസരിച്ചാണ് തുടർ നടപടികൾ സ്വീകരിക്കാറുള്ളത്. സാധാരണ നിലയിൽ ശാസന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്ക് അടക്കമുള്ള നടപടികൾ ഇത്തരം പരാമർശങ്ങൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കാറുണ്ട്. ഇത്തവണ തന്നെ കോൺഗ്രസ് നേതാവ് രൺദീപ് സിംഗ് സുർജേവാലയ്ക്ക് എതിരെ അദ്ദേഹത്തെ 48 മണിക്കൂർ പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്കിക്കൊണ്ട് ഒരു ഉത്തരവ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിരുന്നു. BJP നേതാവ് ഹേമ മാലിനിക്കെതിരെ നടത്തിയ പരാമർശത്തിന്റെ പേരിലാണ് അത്തരത്തിൽ ഒരു നടപടി ഉണ്ടായത്. സമാനമായി ഈ പരാമർശം വിശദമായി പരിശോധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നടപടിയെടുക്കുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലുള്ള ഒരു മാർഗം എന്നുള്ളത്. അതെന്തായാലും വിശദമായി പരിശോധിക്കും. എന്നാൽ ഈ ഘട്ടത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നൊരു നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ. ശരി, നിലവിൽ ഈ സാഹചര്യത്തിൽ പ്രതികരിക്കാനില്ല എന്ന നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പോൾ കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. തത്സമയം അതിലേക്ക്. ഏറ്റവും വലിയ രൂപമാണ് മുസ്ലിമിന് പൗരത്വം നിഷേധിക്കും എന്ന വാശിയോടെ കൊണ്ടുവന്ന പൗരത്വ നിയമ ഭേദഗതി. അതിനകത്ത് നമ്മുടെ രാജ്യത്തിനകത്തേക്ക് രാജ്യത്തിൻ്റെ അയൽപക്കങ്ങളിൽ നിന്ന് വരുന്ന പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ അവിടങ്ങളിൽ നിന്ന് വരുന്ന അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുന്ന വിഷയമാണ്. 6 കൂട്ടർക്ക് പൗരത്വം നൽകുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ മുസ്ലിമിനില്ല. അപ്പോൾ പൗരത്വം മതാടിസ്ഥാനത്തിലാക്കുന്നു ഒന്ന്, അഭയാർത്ഥികളെ മതാടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നു. അഭയാർത്ഥികളുടെ നേരെ ലോകത്തൊരു രാജ്യവും വിവേചനം കാണിക്കുന്നില്ല, നമ്മളത് കാണിക്കുന്നു. പ്രധാന ഉദ്ദേശം മുസ്ലിമിന് പൗരത്വം നിഷേധിക്കുന്നു. വ്യാപകമായ പ്രതിഷേധം രാജ്യത്തും ലോകത്തും ഉയർന്നു. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ട മതനിരപേക്ഷമാണെന്ന് പറയുന്ന കോൺഗ്രസ്സിന് പ്രതികരിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് അവർക്ക് പ്രതികരിക്കാൻ പറ്റാത്തത്? ഈ പറഞ്ഞ പൗരത്വ നിയമ ഭേദഗതി എടുത്താൽ കോൺഗ്രസിന്റെ ശബ്ദം ഒരിക്കലും നാം കേട്ടില്ല. 4 വർഷം മുൻപാണ് നിയമ ഭേദഗതി കൊണ്ടുവന്നത്, അപ്പം കേട്ടില്ല. രാജ്യത്താകെ ഉണ്ടായ പ്രക്ഷോഭങ്ങൾ അതിലൊന്നിലും കോൺഗ്രസിനെ കണ്ടില്ല. കേരളത്തിലെ ആ നിയമ ഭേദഗതി നടപ്പാക്കില്ല എന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ പ്രഖ്യാപനമായിരുന്നു അത്. തുടർന്ന് ആകെ ജനങ്ങൾ ഒന്നിച്ചു നിന്ന് ഇതിനെതിരെയുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി പ്രതിഷേധ സംഗമം നടന്നു, സർവകക്ഷി യോഗം നടന്നു, നിയമസഭയുടെ പ്രത്യേക യോഗം നടന്നു. പ്രധാനമന്ത്രി നടത്തിയ രാജസ്ഥാൻ പ്രസംഗം വിവാദമായ പരാമർശത്തിൽ അതിനെ സ്പർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുന്നത്. കണ്ണൂരിലെ പ്രചാരണ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇന്നസെന്റിനൊപ്പം നിൽക്കുന്ന സുരേഷ് ഗോപിയുടെ ചിത്രം സഹിതം ഇരിങ്ങാലക്കുടയിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡ് BJP നീക്കം ചെയ്തു. ചിത്രം ഉപയോഗിച്ചത് അറിവോടെയല്ലെന്ന് ഇന്നസെന്റിന്റെ കുടുംബം വ്യക്തമാക്കിയിരുന്നു. LDFന്റെ മുൻ MP ആയ ഇന്നസെന്റിന്റെ ചിത്രം അനുമതിയില്ലാതെ പ്രചാരണത്തിന് ഉപയോഗിച്ചതിനെതിരെ CPM ജില്ലാ കളക്ടർക്ക് പരാതിയും നൽകി. ഇന്നസെന്റിനൊപ്പം നിൽക്കുന്ന സുരേഷ് ഗോപിയുടെ ചിത്രം സഹിതമുള്ള ബോർഡ് സ്ഥാപിച്ചത് BJP അല്ലെന്ന് നേതാക്കൾ വ്യക്തമാക്കി. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകാറുണ്ട്. അശ്വിൻ, രാവിലെ മുതൽ തന്നെ ഇരിങ്ങാലക്കുടയിൽ എല്ലാത്തിനും ഉപരിയാണ് സൗഹൃദം എന്ന ഒരു ക്യാപ്ഷനോട് കൂടിയാണ് ഇന്നസെന്റിനൊപ്പം നിൽക്കുന്ന സുരേഷ് ഗോപിയുടെ ഫ്ലക്സ് ബോർഡുകൾ ഉണ്ടായിരുന്നത്. LDF നേരത്തെ തന്നെ പരാതി ഉന്നയിച്ചതുമാണ്. എന്താണ് അതിൽ സംഭവിച്ചത് പിന്നീട്?
ഗോപികൃഷ്ണൻ, എല്ലാത്തിനും അപ്പുറമാണ് സൗഹൃദം എന്ന തലക്കെട്ടോടെയാണ് BJP ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചതെങ്കിലും അത് സൗഹൃദത്തിനപ്പുറത്തേക്ക് വലിയ രാഷ്ട്രീയ വിവാദമായി മാറുന്ന കാഴ്ചയാണ് ഇന്ന് തൃശ്ശൂരിൽ കണ്ടത്. രാവിലെ വെച്ച ഫ്ലെക്സ് ബോർഡുകൾ ഉച്ചയ്ക്ക് മുന്നേ തന്നെ അത് അഴിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യത്തിലേക്ക് BJP പോയി. എന്നാൽ BJPയുടെ സംഭവത്തിലെ വിശദീകരണം അത് BJP വെച്ച ഫ്ലെക്സ് ബോർഡ് അല്ല എന്നുള്ളതാണ്. ഇന്നസെന്റിന്റെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ ആരാധകർ അവരുടെ സ്വയം ഇഷ്ടപ്രകാരം സ്ഥാപിച്ച ബോർഡുകളാണ്. അത് BJPയുടെ അനുമതിയോടുകൂടി വെച്ചതാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് BJPയുടെ ഫ്ലെക്സ് ബോർഡുകളല്ല എന്നുള്ളൊരു ന്യായീകരണമാണ് BJP പറയുന്നത്. എന്തായാലും സംഭവത്തിൽ LDF ജില്ലാ ഭരണാധികാരിക്ക് പരാതി നൽകിയിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് LDFന്റെ ആവശ്യം. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ബോർഡ് ഇന്നസെന്റിന്റെ ചിത്രം ദുരുപയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പ്രചരണം സോഷ്യൽ മീഡിയയിലും LDF പേജുകളിൽ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെ പ്രതിരോധിക്കാൻ BJP പറ്റുന്നത്ര ശ്രമിക്കുന്നുമുണ്ട്. എന്തായാലും ഇത് ഇന്ന് രാവിലെ മുതൽ ശക്തമായൊരു ചർച്ചയും വലിയൊരു വിവാദവുമായി തൃശ്ശൂരിൽ മാറുന്ന കാഴ്ചയാണ് ഈ ബോർഡിന് പിന്നാലെ കണ്ടത്. ഗോപികൃഷ്ണൻ. അശ്വിൻ പാലാടിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. സ്വത്ത് സംബന്ധിച്ച് വ്യാജ സത്യവാങ്മൂലമാണ് നൽകിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ലെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ഉണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള പൊതുതാൽപര്യ ഹർജിയുടെ വിവരങ്ങൾ എന്താണ്? നിലവിൽ ആവണി ബൻസാൽ എന്നയാളാണ് ഈ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. പൊതുതാൽപര്യ ഹർജിയാണ് നൽകിയത്. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ പത്രിക തള്ളണം എന്നുള്ളതാണ് ആവശ്യം. തെറ്റായ വിവരങ്ങൾ നൽകി രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചത് ചട്ടവിരുദ്ധമാണെന്ന് ഹർജിയിൽ പറയുന്നു. വീടിന്റെയും കാറിന്റെയും വിവരങ്ങൾ രാജീവ് ചന്ദ്രശേഖർ മറച്ചുവെച്ചു. 2018 രാജ്യസഭയിലേക്ക് മത്സരിച്ചപ്പോഴും സമാനമായ രീതിയിൽ വിവരങ്ങൾ മറച്ചുവെച്ചുവെന്നും ആരോപണമുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഈ പൊതുതാൽപര്യ ഹർജി ഒരുപക്ഷെ നാളെ ഹൈക്കോടതി പരിഗണിച്ചേക്കാം. ഗോപികൃഷ്ണൻ. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കാസർഗോഡ് പള്ളിക്കരയിൽ വന്ദേ ഭാരത് ട്രെയിൻ തട്ടി യുവതി മരിച്ചു. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പെൺകുട്ടിക്ക് 22 വയസ്സ് പ്രായം തോന്നിക്കും എന്നതാണ് പുറത്തുവരുന്ന വിവരം. അരുൺ പാറയ്ക്കൽ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് കാസർഗോഡ് നിന്ന്. അരുൺ, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? ഈ മരിച്ചത് ആരാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ വരുന്നുണ്ടോ? ഗോപികൃഷ്ണൻ, ഇന്നുച്ചയ്ക്ക് 2:15 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. നീലേശ്വരം പള്ളിക്കരയിലാണ് സംഭവം. പെൺകുട്ടിക്ക് 22 വയസ്സ് പ്രായം തോന്നിക്കുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. കുട്ടി ഈ ട്രെയിനിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു എന്നൊരു സംശയം പോലീസ് പറയുന്നുണ്ട്. എന്തായാലും 2:15 മംഗലാപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ഈ പെൺകുട്ടിയെ തട്ടിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മാത്രമല്ല, ഈ പെൺകുട്ടി കണ്ണൂർ സ്വദേശിനിയാണ് എന്നൊരു വിവരം പങ്കുവെക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ ID കാർഡിൽ നിന്ന് ലഭിച്ച വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടി കണ്ണൂർ സ്വദേശിനിയാണ്. കുട്ടിയുടെ അമ്മയുടെ വീട് കാഞ്ഞങ്ങാട് ഭാഗത്താണ് എന്നും പറയുന്നുണ്ട്. എന്തായാലും ദൃക്സാക്ഷി ഈ ബന്ധുക്കൾ വന്ന ഇതിൽ കൂടുതലായിട്ടുള്ള പരിശോധനകളും മറ്റും നടത്തേണ്ടതുണ്ട്. ഈ വിവരം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പോലീസ് ഇപ്പോഴും അന്വേഷണം നടത്തിവരികയാണ്. ഗോപികൃഷ്ണൻ. ശരി, ആരാണ് മരിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല. പെൺകുട്ടിക്ക് 22 വയസ്സ് പ്രായം തോന്നിക്കുമെന്നതാണ്. പള്ളിക്കരയിലാണ് വന്ദേ ഭാരത് ട്രെയിൻ തട്ടി യുവതി മരിച്ച സംഭവം ഉണ്ടായത്. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകി. മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി. ഡോക്ടറുമായി ദിവസവും 15 മിനിറ്റ് സംസാരിക്കാൻ അനുവദിക്കണം എന്ന അപേക്ഷ ഡൽഹി റൌസ് അവന്യൂ കോടതി തള്ളി. ജയിലിൽ ആവശ്യമായ ചികിത്സ ലഭ്യമാക്കുമെന്ന് കോടതി വ്യക്തമാക്കി. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നുണ്ട് വിവരങ്ങൾ നൽകും. ബൽറാം, ഇത് വീണ്ടും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് തിരിച്ചടിയാണല്ലോ. എന്താണ് കോടതി പറഞ്ഞത്? ഗോപികൃഷ്ണൻ, ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പ്രമേഹ നിലവിൽ ഗുരുതരമാണെന്നും അദ്ദേഹത്തിന് ഇൻസുലിൻ ലഭ്യമാക്കണം എന്നും ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി സജീവമായി രംഗത്തുള്ള ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന് വീണ്ടും ഡൽഹി റൌസ് അവന്യൂ കോടതിയിൽ നിന്നും തിരിച്ചടിയേൽക്കുന്നത്. ഇന്ന് പരിഗണിച്ച അല്ലെങ്കിൽ ഉത്തരവ് വന്ന ഹർജിയിൽ കെജ്രിവാൾ ആവശ്യപ്പെട്ടിരുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാവുകയാണ്, പ്രമേയനില മാറിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ ഈ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് ജയിലിൽ എല്ലാ ദിവസവും ഒരു ഡോക്ടറുമായി 15 മിനിറ്റ് വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കാൻ അനുവാദം വേണമെന്നും ഇൻസുലിൻ ലഭ്യമാക്കണം എന്നുമായിരുന്നു. ഈ ആവശ്യമാണ് കോടതി നിരാകരിച്ചിരിക്കുന്നത്.
അദ്ദേഹത്തിന് ആവശ്യമായ ചികിത്സ ജയിലിൽ നിന്നും ലഭ്യമാക്കും എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേക ചികിത്സയോ മറ്റ് ഡോക്ടർമാരുമായി സംസാരിക്കേണ്ടതോ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഒരു മെഡിക്കൽ ബോർഡിനെ ജയിൽ അധികൃതർ രൂപീകരിക്കുമെന്നും എയിംസിലെ ഡയറക്ടർ ആയിരിക്കും ഈ മെഡിക്കൽ ബോർഡ് സംബന്ധിച്ചുള്ള തീരുമാനം അല്ലെങ്കിൽ രൂപീകരിക്കുക എന്നുമാണ് പ്രത്യേക കോടതി ജഡ്ജി കാവേരി ബവേജയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. കെജ്രിവാളിന് ഇൻസുലിൻ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആം ആദ്മി പാർട്ടി പ്രതിഷേധം ഉൾപ്പെടെ നടത്തി വരുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ഉത്തരവ്. ഇന്നലെ രാത്രി ആം ആദ്മി പാർട്ടി മന്ത്രി അതിഷി തിഹാർ ജയിലിന് മുന്നിൽ പ്രവർത്തകരോടൊപ്പം എത്തി ഇൻസുലിൻ നൽകണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇത്തരത്തിൽ സജീവം വിഷയമായി ഇത് ചർച്ചയാകുന്നതിനിടെയാണ് വീണ്ടും കെജ്രിവാളിന് തിരിച്ചടിയേറ്റിരിക്കുന്നത്. അതേസമയം കെജ്രിവാളിനെ ജയിലിൽ വെച്ച് കൊലപ്പെടുത്താനുള്ള BJPയുടെ പദ്ധതിയുടെ ഭാഗമായാണ്, ഗൂഢാലോചനയുടെ ഭാഗമായാണ് ജയിൽ അധികൃതർ അദ്ദേഹത്തിന് ഇൻസുലിൻ നിഷേധിക്കുന്നതെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം. ഗോപികൃഷ്ണൻ. ശരി, ബൽറാം നെടുങ്ങാടി ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡന കേസിൽ ഇടപെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. അതിജീവിതയുടെ പരാതി അന്വേഷിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. കമ്മീഷണർ ഓഫീസിന് മുന്നിലെ സമരവും അതിജീവിതയ്ക്ക് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് കൈമാറാത്തതും അന്വേഷിക്കാനാണ് നിർദ്ദേശം. രാഹുൽ സുരേഷ് ഉണ്ട് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, ഈ ഏത് തരത്തിലാണ് ഈ കേസിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുന്നത്? ഗോപി, ICU പീഡനവുമായി ബന്ധപ്പെട്ട് അതിജീവിത കഴിഞ്ഞ ഒരാഴ്ചയായി സമരം ചെയ്യുകയാണ്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിലാണ് ഒരാഴ്ചയായി സമരം ചെയ്യുന്നത്. ഈ സമരത്തിലെ പ്രധാനപ്പെട്ട ആവശ്യം ഡോക്ടർ പ്രീതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകണമെന്നാണ്. പക്ഷേ ഈ ആവശ്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഇതുവരെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. ആ പരാതിയിന്മേലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടുള്ളത്. സിറ്റി പോലീസ് കമ്മീഷണറോട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് കൈമാറാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മെയ് 17-ന് കോഴിക്കോട് നടക്കുന്ന സിറ്റിംഗിലായിരിക്കും ഈ കേസ് ഇനി പരിഗണിക്കാൻ പോകുന്നത്. കമ്മീഷണർ ഓഫീസിന് മുന്നിലെ സമരവും അതോടൊപ്പം തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട് കൈമാറാത്തതുമായി ബന്ധപ്പെട്ട സംഭവത്തിലും അന്വേഷണം നടത്തി റിപ്പോർട്ട് കൈമാറണമെന്നാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഗോപി. ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. ആലപ്പുഴയിൽ 60 വയസ്സുകാരിയെ സഹോദരൻ കൊന്നു കുഴിച്ചുമൂടി. ആലപ്പുഴ ചെട്ടിക്കാട് സ്വദേശി റോസമ്മയാണ് കൊല്ലപ്പെട്ടത്. പ്രതി ബെന്നിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചുറ്റികയ്ക്ക് തലയ്ക്കടിച്ചാണ് ബെന്നി റോസമ്മയെ കൊലപ്പെടുത്തിയത്. റോസമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ലെന്ന് മകൻ ജോമോൻ പറഞ്ഞു. അമ്മച്ചിയുടെ ചെരുപ്പ് ഇവിടെ കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ജോലിക്ക് എന്തെങ്കിലും പോകുമ്പോൾ വീട്ടു ജോലിക്ക് പോകുമ്പം നമ്മളോട് പറയത്തില്ല. അന്നേരം ഞങ്ങളോട് ജോലിക്ക് പോയിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വിളിച്ചു നോക്കിയപ്പം ഫോൺ സ്വിച്ച് ഓഫാണ്. 3-4 ദിവസം വിളിച്ചു നോക്കി. ആൾക്കാർ പറയുന്നത് ഇവിടെ വ്യാഴാഴ്ച ഇവർ തമ്മിൽ വഴക്കെന്തോ നടന്ന് സ്വർണത്തിൻ്റെ കേസ് കെട്ടും വെച്ചുകൊണ്ട് വഴക്ക് നടന്നെന്ന് പറയാനായിട്ട്. അമ്മച്ചേർക്ക് എന്തോ സ്വർണം പണയം വെക്കാൻ വേണ്ടി ചോദിച്ച് എന്നാണ് പറയണത്. ഒരു മാല ഉണ്ടായിരുന്നു, പിന്നെ 3-4 വള, മോതിരം കയ്യിലില്ലെന്ന് കണ്ടിട്ടില്ല. പിന്നീട് ബന്ധുവായ സുജ അനിലിനോടാണ് പ്രതി ബെന്നി കൊലപാതകം ആദ്യം വെളിപ്പെടുത്തിയത്. ഇന്നലെ ഞാൻ വൈകുന്നേരം ഇവിടെ വന്നപ്പോൾ പറഞ്ഞായിരുന്നു, പിന്നെ മിസ്സിംഗ് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് മകനോട് പറയാൻ ഞാൻ എപ്പിച്ചായിരുന്നു ഞാൻ പോയത്. മിസ്സിംഗ് കേസ് ഇവർ കൊടുത്തില്ലെങ്കിൽ ഞാൻ ഇന്ന് രാവിലെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 മക്കളുണ്ട്, അവർ 2 കൊടുത്തില്ല, ഞാൻ നാളെ രാവിലെ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം അത് കേട്ടിട്ട് പേടിച്ചിട്ടാണ് എന്താണെന്ന് അറിയത്തില്ല. ചിറ്റപ്പൻ രാവിലെ എന്നെ കാണാൻ വീട്ടിൽ വന്നിട്ട് എന്നെ മാറ്റി നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം സംഭവിച്ചു പോയി, എന്നെ രക്ഷിക്കണമെന്നും പറഞ്ഞിട്ടാണ് വന്നത്. എന്താ സംഭവിച്ചത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ പറഞ്ഞത് ദൃശ്യം പുള്ളിക്കാരൻ ഇച്ചിരി സംസാരിക്കുമ്പോൾ വിക്കുള്ളതുകൊണ്ട് എനിക്ക് പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. ദൃശ്യം അങ്ങനെ 2-3 പ്രാവശ്യം കേട്ടു. പിന്നെ അപ്പോൾ തന്നെ ഞാൻ ഇതുമായിട്ട് പറഞ്ഞിട്ട് ഇനി ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അകത്ത് കയറി നേരെ നോർത്തിലേക്ക് പോകുമായിരുന്നു. നോർത്തിൽ ചെന്നിട്ട് CIനെ കണ്ട് ഞാൻ കാര്യം പറഞ്ഞു. ബുള്ളറ്റിൻ ഇവിടെ പൂർത്തിയാവുകയാണ്.